വെൽക്കം ടു ഷിദാസ് ടോക്ക്. ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റ് ലെസൺ 3-ൽ നത്തിങ് ടോയ്സ് എന്ന ഭാഗത്തുള്ള ആക്ടിവിറ്റീസാണ് നോക്കുന്നത്. അതിൽ ലെറ്റ്സ് അനലൈസ് എന്ന ഭാഗത്തുള്ള ആക്ടിവിറ്റി 2, 3, 4 ആണ് നോക്കുന്നത്. ആക്ടിവിറ്റി 1 ഓൾറെഡി ക്വസ്റ്റ്യൻ ടാഗ് മാത്രമായിട്ടൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പാസീവ് വോയിസ്, സിമ്പിൾ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ്, നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ്, ന്യൂസ് റിപ്പോർട്ട് എന്നീ കാര്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പ്രധാനമായും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റ് എന്ന ഭാഗത്തുള്ള ആക്ടിവിറ്റി 2, 3 ആൻഡ് 4 ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ആക്ടിവിറ്റി 1 ക്വസ്റ്റ്യൻ ടാഗ് ആയിരുന്നു. അത് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കുള്ള ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ഒരു വീഡിയോയിൽ നിന്ന് ക്വസ്റ്റ്യൻ ടാഗ് മനസ്സിലാകാത്തവർക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്നിപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 2 എന്താണെന്ന് നോക്കാം. നൈനിക, എ ക്ലാസ് 9 സ്റ്റുഡൻറ്റ് വെൻറ്റ് ഹോം ആൻഡ് നറേറ്റ് ദ സ്റ്റോറി ഹാഫ് എ ഡേ ടു ഹർ യങ് ബ്രദർ. അല്ലേ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന നൈനിക എന്ന് പറയുന്ന കുട്ടി ഹാഫ് എ ഡേ എന്ന സ്റ്റോറി എന്ത് ചെയ്യാണ്, അവളുടെ യങ്ങർ ബ്രദറിന് പറഞ്ഞു കൊടുക്കുകയാണ്. ദ ഫസ്റ്റ് ഫ്യൂ സെൻറ്റൻസ് ഓഫ് നൈനികാസ് നറേഷൻ ആർ ഗിവൺ ബിലോ, റീഡ് ദം കെയർഫുള്ളി. അപ്പോൾ ആ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ആദ്യത്തെ കുറച്ച് സെൻറ്റൻസുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് കെയർഫുള്ളായിട്ട് റീഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക ആ സ്റ്റോറി എങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ളത് എന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ ആ ഒരു കഥ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സെൻറ്റൻസിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രാമർ പാർട്ടുമായിട്ട് ബന്ധമുള്ള ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറി, നൈനിക പറഞ്ഞു കൊടുക്കുന്ന സ്റ്റോറി എങ്ങനെയാണെന്ന് നോക്കാം. നിതിൻ, ഐ റീഡ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ടുഡേ. ഞാൻ ഇന്നൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി വായിച്ചിട്ടുണ്ട്. അല്ലേ, എന്താ അത്? ഇറ്റ്സ് ദ സ്റ്റോറി ഓഫ് എ ലിറ്റിൽ ബോയ്. ഒരു കുട്ടിയുടെ കഥയാണ്. ഇതൊന്നും മെനി എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഓൾറെഡി ഈ സ്റ്റോറിയൊക്കെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതല്ലേ. നമുക്ക് ഇതിലുള്ള വർക്ക് എന്താണെന്ന് മാത്രം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. He was taken to school for the first time by his father. All his clothes, the black shoes, the green school uniform and red turbosh were newly bought for the special day. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു കഥയുടെ ഫസ്റ്റ് പാർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നൈനിക അവളുടെ ബ്രദറിന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഇതിൽ തന്നിട്ടുണ്ട്. അല്ലേ, ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ്. നമുക്കിതിൻ്റെ വർക്ക് എന്താണെന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് നോക്കാം. Now read the story half a day again and identify the sentences in the story that convey the same meaning. Write the sentence in the table given below. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ നൈനിക പറഞ്ഞത് അല്ലേ, സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി, നമ്മുടെ കഥയിൽ എങ്ങനെയാണോ ആ ലൈൻസ് ഉള്ളത് അത് നമ്മളിവിടെ എ ബോക്സിൽ എഴുതണം. നൈനികയുടെ വേർഷൻ, അതായത് നൈനിക ബ്രദറിന് പറഞ്ഞു കൊടുക്കുന്ന രീതി, അത് നമ്മളിവിടെ ഈ ബി പാർട്ടിൽ എഴുതണം. ഓക്കെ, അത് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം എന്താണ് ഈ ആക്ടിവിറ്റി എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, നമ്മുടെ സ്റ്റോറിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഐ പ്രൊസീഡഡ് അലോങ് സൈഡ് മൈ ഫാദർ ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്. അല്ലേ, അവിടെ നമ്മുടെ ഓദർ തന്നെ എന്ത് ചെയ്യാണ്, ഓദറിൻ്റെ ആ കഥ പറയുകയാണ്. അല്ലേ, ഞാൻ ഫാദറിൻ്റെ കൈ പിടിച്ച് നടന്നു പോയി എന്നുള്ള ആ ഒരു കാര്യം ഓദർ തന്നെ പറയാണ്. അപ്പോൾ ഇവിടെ നൈനിക പറഞ്ഞു കൊടുക്കുന്ന വേർഷൻ ഇങ്ങനെയാണ്. ഹി വാസ് ടേക്കൺ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ഹിസ് ഫാദർ. അല്ലേ, ഇവിടെ നൈനികക്ക് അവനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നൈനിക ആ ഓദറുടെ കഥയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അതേസമയം ഹാഫ് എ ഡേ എന്ന സ്റ്റോറിയിൽ നമ്മുടെ നറേറ്ററുടെ കാര്യം നമ്മളോട് ഡയറക്റ്റ് പറയാണ്. അല്ലേ, ഇവിടെ ആ ഒരു കാര്യം മൂന്നാമതൊരാളോട് പറയുകയാണ് ചെയ്യുന്നത്. ആ വ്യത്യാസം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഐ എന്തായി മാറിയത്, ഹി ആയി വന്നത്. ഓക്കെ, ഹി വാസ് ടേക്കൺ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ഹിസ് ഫാദർ. അതിന് സെക്കൻഡ് നോക്കൂ. ഓൾ മൈ ക്ലോത്ത്സ് വെയർ ന്യൂ, ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടർബോഷ്.
ഓതർ ഡയറക്റ്റ് പറയുകയാണേ നമ്മുടെ സ്റ്റോറിയിൽ. അപ്പം നൈനിക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഓൾ ഹീസ് ക്ലോത്ത്സ്, the black shoes, the green school uniform and the red tarbush were newly bought for the special day. Okay, ഇനി തേർഡ് നോക്കൂ. My mother stood at the window watching us. നറേറ്റർ ഡയറക്റ്റ് നമ്മളോട് ആ സ്റ്റോറിയിൽ പറഞ്ഞ കാര്യമാണ് അല്ലേ. സ്കൂളിൽ പോകുന്ന വഴിക്ക് അമ്മ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ നോക്കിയിട്ട് അവിടെ ആ വിൻഡോൻ്റെ അരികിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നൈനിക്ക് ഇതെങ്ങനെയാണ് ബ്രദറിന് പറഞ്ഞു കൊടുക്കുന്നത്? While he was walking to school, he was being watched by his mother. ആ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇനി അടുത്തത്, we walked along a street lined with gardens on both sides. അപ്പോൾ നൈനിക പറഞ്ഞു കൊടുക്കുന്ന വേർഷൻ എങ്ങനെയാണ്? ഹിസ് ഫാദർ ആൻഡ് ഹി ഹാഡ് walked along a street lined with gardens on both sides. ഇനി extensive fields planted with crops, prickly pears, henna trees and a few date palms. അപ്പോൾ extensive field that had been planted with crops, prickly pears, henna trees and a few date palms could be seen on either side of the street. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ നൈനിക്കയുടെ വേർഷനും നമ്മുടെ കഥയിലുള്ള വേർഷനും ഉള്ളത് അല്ലേ. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കഥയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. സോറി, കഥയിലല്ല, നമ്മുടെ ആക്ടിവിറ്റിയിൽ അല്ലേ. ആ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് ഇതെന്താ സംഭവം എന്നൊക്കെ പറയുന്നുണ്ട്, അത് നമുക്ക് ക്ലിയർ ആയിട്ടൊന്ന് നോക്കാം. നൗ ലെറ്റ്സ് അനലൈസ് ദ സെൻറ്റൻസസ്. ഈ സെൻറ്റൻസൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ് ബിറ്റ്വീൻ ദ 2 sets of sentence in the tab? ആ ടാബിളിലുള്ള 2 സെറ്റ് സെൻറ്റൻസിലുള്ള വ്യത്യാസം എന്താണ്? വിച്ച് ഓഫ് ദീസ് സെൻറ്റൻസ് എക്സ്പ്രസ് ദ ആക്റ്റീവ് റോൾ ഓഫ് ദി ഡൂവർ ഓഫ് ദ ആക്ഷൻ അല്ലേ. ആ ഒരു ആക്ഷൻ ചെയ്യുന്നത് ആരാണെന്ന് ഏത് സെൻറ്റൻസിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? ദ സെൻറ്റൻസ് കോളം ബി ഡു നോട്ട് എംഫസൈസ് ദ ഡൂവർ. എല്ലാം ഇതിൽ തന്നെ ആൻസർ പറഞ്ഞിട്ടുമുണ്ട് അല്ലേ. അപ്പം നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് നമ്മുടെ റൈറ്റർ ഡയറക്റ്റ് പറഞ്ഞ നമ്മുടെ സെൻറ്റൻസ് കോളം എയിലാണ് ഡൂവർക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അല്ലേ. സെൻറ്റൻസ് ബീനെ സംബന്ധിച്ചിടത്തോളം ആക്ഷനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. എ സെൻറ്റൻസ് ഇൻ കോളം ബി ഡു നോട്ട് എംഫസൈസ് ദ ഡൂവർ അല്ലേ. സെൻറ്റൻസ് ബിയിൽ ഡൂവർക്ക്, അതായത് പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് യാതൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. ദീസ് സെൻറ്റൻസ് എംഫസൈസസ് ദ ആക്ഷൻ റാദർ ദാൻ ദ ഏജൻറ്റ്. ഏജൻറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡൂവറാണ്. അപ്പോൾ ഈ ഒരു കോളം ബിയിലുള്ള സെൻറ്റൻസിന് പ്രവൃത്തി ചെയ്യുന്ന ആളേക്കാൾ ആ പ്രവൃത്തിക്കാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്, പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് നെസസറി ടു മെൻഷൻ ദ ഡൂവർ ഓഫ് ദ ആക്ഷൻ, എസ്പെഷ്യലി ഇഫ് ദിസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഓർ ഈസ് അൺനോൺ ഓർ അൺഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിൽ ഈ ഒരു സെൻറ്റൻസ് ബിയിൽ എപ്പോഴും എന്ത് ചെയ്യില്ല, എപ്പോഴും ആ ഒരു ഡൂവർ എന്ത് ചെയ്യില്ല, ആ ആക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാറില്ല, അത്ര ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവരെക്കുറിച്ച് മെൻഷൻ ചെയ്യാറുള്ളൂ. അല്ല എങ്കിൽ എസ്പെഷ്യലി ഇഫ് ദിസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഓർ ഈസ് അൺനോൺ ഓർ ഇമ്പോർട്ടൻറ്റ് അല്ലേ. നമുക്കത് മനസ്സിലാവുന്നതാണ്. ഡൂവർ ഇല്ലെങ്കിൽ നമുക്ക് കാര്യം മനസ്സിലാവുന്നതാണെങ്കിൽ ഇത്തരം സെൻറ്റൻസിൽ ഡൂവറെക്കുറിച്ച് പറയാറില്ല. അല്ലെങ്കിൽ ഡൂവർ അറിയാത്തതോ അല്ലെങ്കിൽ ഡൂവർക്ക് ഒരു ഇമ്പോർട്ടൻറ്റും അതിലില്ലെങ്കിൽ ഇത്തരം സെൻറ്റൻസുകളിൽ നമ്മൾ പറഞ്ഞ സെൻറ്റൻസ് ബിയിൽ ഡൂവർക്ക് യാതൊരു ഇമ്പോർട്ടൻറ്റും നൽകാറില്ല. അവിടെ ആക്ഷനാണ് പ്രാധാന്യം കൊടുക്കാറ്. സെൻറ്റൻസ് എയിൽ നമ്മൾ കൊടുത്തത് പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. ദെൻ വേർ ഡു വി യൂസ് ദ പാസീവ് വോയിസ് അല്ലേ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വേർ ഡു വി യൂസ് ദ പാസീവ് വോയിസ്. അപ്പം നമ്മൾ ഈ പഠിച്ച സെൻറ്റൻസ് ബി കോളം ബി എന്ന് പറയുന്നത് പാസീവ് വോയിസ് ആണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും പാസീവ് വോയിസ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അതിനെക്കുറിച്ച് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും 8th സ്റ്റാൻഡേർഡിൽ. അപ്പോൾ ഇവിടെ 9th നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ പാസീവ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനേക്കാൾ കർമ്മത്തിനാണ് പ്രാധാന്യം. അതായത് ഒരു ആക്ഷൻ ചെയ്യുന്ന ആളേക്കാൾ ഡൂവറേക്കാൾ ആ ആക്ഷനാണ് നമ്മുടെ പാസീവ് വോയിസിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, വെൻ ഡു വി യൂസ് ദ പാസീവ് വോയിസ്, എപ്പോഴാണ് നമ്മൾ പാസീവ് വോയിസ് യൂസ് ചെയ്യുന്നതെന്ന്. അതിന് നമ്മൾ എന്താ ആൻസർ പറയാം? വെൻ ദ ഡൂവർ ഈസ് അൺനോൺ ഓർ അൺഇമ്പോർട്ടൻറ്റ് ദ പാസീവ് വോയിസ് ഈസ് കോമൺലി യൂസ്ഡ്. ഓൾറെഡി നമ്മൾ മുകളിലത്തെ പാരഗ്രാഫിൽ തന്നിട്ടുണ്ട് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യാന്ന്. അപ്പോൾ ആ ആൻസർ തന്നെ നമുക്കിവിടെ എഴുതാം. The following sentences are taken from few real life situations in which the passive voice is used. ഓക്കെ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് അല്ലേ. ദ ഫോളോയിങ് സെൻറ്റൻസ്, കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിയൽ സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതെന്ത് ചെയ്യണം?
മാച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ദ വുമൺ റിസർവേഷൻ പാസീവ് വോയിസിലുള്ള സെൻറ്റൻസുകളാണ്. ഇനി അവിടെ സിറ്റുവേഷൻസ് വെയർ പാസീവ് വോയിസ് ഈസ് യൂസ്ഡ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് പാസീവ് വോയിസ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് കോളത്തിൽ മാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിയേ, ദ വുമൺസ് റിസർവേഷൻ ബിൽ വാസ് പാസ്ഡ് ബൈ ദ ലോക്സഭ. അപ്പോൾ ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓക്കെ, റിപ്പോർട്ടിംഗ് ആൻ ഇവൻറ്റ്. ദ ഡിസിഷൻ ടു കണ്ടക്ട് ദ ടൂർ വാസ് ടേക്കൺ ബൈ ദ ഹെഡ് മിസ്ട്രസ്. അപ്പോൾ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്. ദ സോഫ്റ്റ്വെയർ വാസ് ഇൻസ്റ്റാൾഡ് ഓൺ ദ കമ്പ്യൂട്ടർ, അത് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷനാണ്. ദ പേഷ്യൻറ്റ് വാസ് എക്സാമിൻഡ് ബൈ എ ടീം ഓഫ് ഡോക്ടേഴ്സ്, അത് ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ റിപ്പോർട്ട്സ് ആണ്. ദ കോൺട്രാക്റ്റ് വാസ് സൈൻഡ് ബൈ ബോത്ത് പാർട്ടീസ്, അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. ദ ഓർഡർ വാസ് ആക്സെപ്റ്റഡ് ബൈ ദ വെൻഡർ, അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബിസിനസ് കറസ്പോണ്ടൻസ്. അപ്പോൾ ഈ രീതിയിലാണ് ഈ മാച്ച് ദ ഫോളോയിങ് ഉള്ളത്. ഞാനിവിടെ ലൈൻ വരഞ്ഞ് നിങ്ങൾക്കത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഞാനിവിടെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കറക്റ്റായിട്ട് എഴുതിയ ആ ഒരു സ്ലൈഡ് ഞാനിവിടെ വെക്കാം. അതിൽ നിങ്ങളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, ഏതൊക്കെ ലൈൻസാണ് എവിടെയൊക്കെയാണ് ഏതിനോടൊക്കെയാണ് മാച്ച് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പം നമ്മളിവിടെ ഇനി നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്നത് പാസീവ് വോയിസ് ആണ്. അപ്പോൾ പാസീവ് വോയിസ് നമുക്ക് ടെക്സ്റ്റിൽ ഒരു വർക്ക് നമുക്ക് ചെയ്യാനുണ്ട്. ടെക്സ്റ്റിൽ ഇതാ ഇവിടെ കാണുന്ന ഈ ഒരു വർക്ക് നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ഓരോ ടെൻസിലുമുള്ള പാസീവ് വോയിസിൽ വരുന്ന ആ ഒരു ചേഞ്ചസ്, ആ ഒരു മാറ്റം, അതെങ്ങനെയാണെന്ന് ഒന്ന് സ്പീഡായിട്ട് ഞാൻ പറഞ്ഞു പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഒരു ആക്റ്റീവ് വോയിസിൻ്റെയും പാസീവ് വോയിസിൻ്റെയും ആ സ്ട്രക്ചർ അല്ലേ, എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആക്റ്റീവ് വോയിസിൽ നിന്നാണ് നമ്മൾ പാസീവ് വോയിസിലേക്ക് നമ്മൾ മാറ്റേണ്ടത്. ആക്റ്റീവ് വോയിസ് നമ്മൾ നോർമലി നമ്മൾ കാണുന്ന 90% നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുന്നതും ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, വേർബ്, ഒബ്ജക്റ്റ്, ആ രീതിയിലാണ് ഉണ്ടാവുക. ഓക്കെ, അതായത് ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾ, ആ ഒരു പ്രവൃത്തി, അതിൻ്റെ റിസൾട്ട് ഏതിനാണോ അത്, ആ രീതിയിലാണ് ഉണ്ടാവുക. പാസീവ് വോയിസിലാവുമ്പോൾ ഫസ്റ്റ് വരിക ഒബ്ജക്റ്റാണ്. ഒബ്ജക്റ്റ് കഴിഞ്ഞാൽ ടു ബി വേർബ്, അതായത് നമ്മൾ ഓക്സിലറി വേർബ് എന്ന് നമ്മൾ പറയുന്നില്ലേ, അതിൻ്റെ മാച്ചായ ആ ഒബ്ജക്റ്റിന് അതിന് മാച്ചായ ഒരു ഓക്സിലറി വേർബ്. അത് കഴിഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ, അത് കഴിഞ്ഞാൽ വേർബിൻ്റെ V3 ഫോമാണ് നമ്മൾ എഴുതേണ്ടത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ബൈ സബ്ജക്റ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വരുന്ന ആ സബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ എഴുതും, ബൈ വെച്ചിട്ട് നമ്മൾ എഴുതുകയാണ് ചെയ്യാം. നമുക്ക് ആക്റ്റീവ് വോയിസിൽ വരുന്ന ഒരു സെൻറ്റൻസിൻ്റെയും അതിനെ പാസീവ് വോയിസിലാക്കുന്ന ഒരു സെൻറ്റൻസും നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ആക്റ്റീവ് വോയിസിൽ ദ ക്യാറ്റ് ചേസ് ദ മൗസ്, അത് നിങ്ങൾക്ക് സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് മനസ്സിലാവാൻ കൃത്യമായി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ദ ക്യാറ്റാണ് സബ്ജക്റ്റ്, ചേസ്ഡാണ് വേർബ്, ദ മൗസാണ് ഒബ്ജക്റ്റ്. അത് നമ്മൾ പാസീവ് വോയിസിലാക്കുമ്പം എങ്ങനെ വന്നു? നമ്മൾ പാസീവ് വോയിസിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒബ്ജക്റ്റാണ് ഫസ്റ്റ് വരേണ്ടത്. അപ്പം ദ മൗസ് എന്നുള്ള ഒബ്ജക്റ്റ് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ ടു ബി വേർബ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഹെൽപ്പിംഗ് വേർബിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ്? ദ മൗസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ V3 ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ, വാസ്. ഓക്കെ, ദ മൗസ് വാസ് ചേസ്ഡ്. അപ്പോൾ ടു ബി വേർബ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതാണ് വാസ് ചേസ്ഡ് വന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റിലേക്ക് പോകണം. അപ്പോൾ ബൈ ദ ക്യാറ്റ്. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ തന്നെ പാസീവ് വോയിസ് എഴുതേണ്ട ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ സെൻറ്റൻസിൻ്റെ ടെൻസ് മാറുമ്പോഴാണ് നിങ്ങൾക്കത് കൂടുതൽ കൺഫ്യൂഷൻ വരിക. അപ്പോൾ നമ്മൾ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഇനി പാസീവ് വോയിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. യൂസസ് ഓഫ് പാസീവ് വോയിസ് ഓൾറെഡി നമ്മൾ ടെക്സ്റ്റിലെ വർക്കിൽ നമ്മൾ എവിടേക്കാണെന്നുള്ളത് നമ്മളൊരു മാച്ച് ദ ഫോളോയിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അതൊന്നുകൂടെ നിങ്ങൾക്ക് ഇതിപ്പോൾ പറയുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, വെൻ ദ ഡൂവർ ഈസ് അൺനോൺ ഓർ അൺഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ആ ഒരു സെൻറ്റൻസ് നോക്കിയേ, ദ വിൻഡോ വാസ് ബ്രോക്കൺ അല്ലേ. അവിടെ ആ നടന്ന പ്രവൃത്തിയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. വി ഡോണ്ട് നോ ഹൂ ബ്രോക്ക് ഇറ്റ്, ആരാണത് പൊട്ടിച്ചതെന്നൊന്നും നമുക്കറിയില്ല, വിൻഡോ പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിയേ, ടു എംഫസൈസ് ദ ആക്ഷൻ ഓർ ദ റിസീവർ ഓഫ് ദ ആക്ഷൻ. ആക്ഷനെ എന്ത് ചെയ്യാൻ? ടു എംഫസൈസ് ദ ആക്ഷൻ,
ഓർ ദ റിസീവർ ഓഫ് ദ ആക്ഷൻ. ഒന്നിക്കൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ആക്ഷനെ നമ്മൾ ഊന്നി പറയാനോ അല്ലെങ്കിൽ ആ ഒരു റിസീവർ ഓഫ് ദ ആക്ഷൻ, ആ ആക്ഷൻ സ്വീകരിച്ചവർക്കുള്ള ഇമ്പോർട്ടൻറ്റോ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ചില സെൻറ്റൻസുകൾ നമ്മൾ പറയും. അപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് പാസീവ് വോയിസാണ്. ദ നോവൽ വാസ് റിട്ടൺ ബൈ എ ഫേമസ് ഓതർ അല്ലേ. അപ്പോൾ ഫോക്കസ് ഓൺ ദ നോവൽ റാദർ ദാൻ ദി ഓതർ. എഴുതിയ ആളേക്കാൾ ആ ഒരു നോവലിനാണ് ഈ ഒരു സെൻറ്റൻസിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഓക്കെ. ഇനി നെക്സ്റ്റ്, ഫോർ ഫോർമൽ ഓർ സയൻറ്റിഫിക് റൈറ്റിംഗ്, എന്തെങ്കിലും ഒരു ഫോർമൽ, ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള എഴുത്തുകളൊക്കെ വരുമ്പോൾ, ദ എക്സ്പെരിമെൻറ്റ് വാസ് കണ്ടക്റ്റഡ് ഇൻ എ കൺട്രോൾഡ് എൻവയൺമെൻറ്റ്. നമ്മൾ ഈ ചില കാര്യങ്ങളൊക്കെ പറയില്ല, അത് ആര് എന്ത് എന്നൊന്നും ഇല്ല, അത് ആ ഒരു ഓർഡറോ എന്തെങ്കിലും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആ ഒരു ആക്ഷനാണ് പ്രാധാന്യം, അല്ലാതെ അവിടെ ഡൂവറോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങൾക്കും പ്രാധാന്യമില്ല, ആ ഒരു ആക്ഷനാണ് പ്രാധാന്യം. ഇനി നമ്മൾ പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അല്ലേ, ടെൻസസ് മാറുമ്പോൾ നമ്മളവിടെ ആ ഒരു സെൻറ്റൻസിനെ എങ്ങനെയാണ് പാസീവ് വോയിസ് ആക്കേണ്ടത് എന്നുള്ളത് അത് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. ഓക്കെ, നമുക്ക് ടെൻസസിൻ്റെ രൂപത്തിൽ എങ്ങനെയാണ് ഓരോ സെൻറ്റൻസിലും വരുന്ന ചേഞ്ച് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് അല്ലേ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു ആക്റ്റീവ് സെൻറ്റൻസ് നോക്കിയേ. ദ ഷെഫ് കുക്സ് ദ മീൽ. അതിനെ നമ്മൾ പാസീവ് ആക്കുമ്പം എന്തിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം, ആ ഫസ്റ്റ് സെൻറ്റൻസിലെ ഒബ്ജക്റ്റിന്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്താ, ദ ഷെഫ്, വേർബ് എന്താ, കുക്സ്, ഒബ്ജക്റ്റ് എന്താ, ദ മീൽ. അപ്പം നമുക്കറിയാം നമ്മൾ പാസീവ് വോയിസിലേക്ക് വരുമ്പം നമ്മൾ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്, ഒബ്ജക്റ്റ് പ്ലസ് ടു ബി വേർബ് പ്ലസ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ് പ്ലസ് സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ദ മീൽ അല്ലേ, ഒബ്ജക്റ്റിനെ നമ്മൾ ഫസ്റ്റ് എഴുതി ദ മീൽ. അപ്പോൾ ഇവിടെ ദ മീൽ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഓക്കെ, നമ്മുടെ സെൻറ്റൻസ് എന്താണ്, സിമ്പിൾ പ്രസൻ്റ് ആണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലായ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻ്റ് ആണെന്ന്, ഇവിടെ മുകളിൽ കൊടുത്തിട്ടില്ലെങ്കിലും വേർബിൻ്റെ കൂടെ എസ് ഫോം നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇവിടെ സബ്ജക്റ്റ് സെൻറ്റൻസ് സിമ്പിൾ പ്രസൻ്റ് ആണ്. അപ്പോൾ ദ മീൽ ഈസ്, ഇനി ദ മീൽസ് അങ്ങനെയോ അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കും, ഈസിന് പകരം ആറാണ് നമ്മൾ കൊടുക്കുക. ഇനി ഐ ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കും, ആം കൊടുക്കും. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനി ഇവിടെ നോക്കൂ, ദ മീൽ ഈസ് കുക്കിൻ്റെ V3 ഫോം, കുക്ക്ഡ് ബൈ ദ ഷെഫ്. ഓക്കെ, ഈ രീതിയിലാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരിക. ഇനി നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ, പ്രസൻറ്റ് കണ്ടിന്യൂസിൽ എങ്ങനെയാണ് വരിക അതൊന്ന് നമുക്ക് നോക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ എങ്ങനെയാണ് വരിക, പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ദ ഷെഫ് ഈസ് കുക്കിംഗ് ദ മീൽ, അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ആ ഒരു സെൻറ്റൻസ് വരിക അല്ലേ. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിന് ആദ്യം എടുത്ത് ദ മീൽ ഈസ്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ING ഫോം വരുമ്പം ബീയിങ് വേണം, മനസ്സിലായല്ലോ. ING ഫോം വരുമ്പം പാസീവ് വോയിസിൽ ബീയിങ് വേണം. അതുകൊണ്ട് തന്നെ ദ മീൽ ഈസ് ബീയിങ് കുക്ക്ഡ് ബൈ ദ ഷെഫ്, മനസ്സിലായല്ലോ. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ നമ്മൾ ബീയിങ്, ഓക്കെ, അതായത് കണ്ടിന്യൂസ് വരുമ്പോൾ ബീയിങ് ചേർക്കുക എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. ING ഫോം വരുമ്പം ബീയിങ് വേണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലോ ദ ഷെഫ് ഹാസ് കുക്ക് ദ മീൽ, ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, നമുക്ക് കണ്ടാൽ അറിയാലോ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, നമ്മൾ പാസീവ് ആക്കുമ്പം ദ മീൽ ഹാസ് ബീൻ കുക്ക്ഡ് ബൈ ദ ഷെഫ്. അപ്പം മനസ്സിലാക്കുക, പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, ബീന് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കാനുണ്ട്. കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ING ചേർക്കാനുണ്ട്. പ്രസൻ്റ് ആവട്ടെ, പാസ്റ്റ് ആവട്ടെ, ഫ്യൂച്ചർ ആവട്ടെ, ഈ ഒരു പോയിൻ്റ് ആദ്യം നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ബീയിങ് ചേർക്കാനുണ്ട്, പെർഫെക്റ്റ് ടെൻസിൽ ബീൻ ചേർക്കാനുണ്ട്. പിന്നെ നമുക്ക് ഒരു മാറ്റം വരുന്നത് അതിൻ്റെ ടു ബി ഫോം മാത്രമാണ്, ഓക്സിലറി വേർബ് മാത്രമാണ്. ഓക്കെ, ഈ ഒരു കാര്യം ആദ്യം മൈൻഡിൽ വെക്കുക. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിനെ തന്നെ നമ്മളിപ്പോൾ 3 രീതിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൽ വരുന്ന ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പാസ്റ്റിൻ്റെ ഓർഡർ നമുക്കൊന്ന് നോക്കാം. ഈ സെൻറ്റൻസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സിമ്പിൾ പാസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ. ദ ഷെഫ് കുക്ക് ദ മീൽ. അപ്പോൾ അത് നമ്മൾ പാസീവ് ആക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ഓക്കെ, ദ മീൽ വോസ്, അവിടെ നമ്മൾ ടു ബി ഫോം ഏതാണ്, വോസ്. സെൻറ്റൻസ് എന്താണ്, പാസ്റ്റ് ആണ് അല്ലേ. ദ മീൽ വോസ് കുക്ക്ഡ് ബൈ ദ ഷെഫ്.
ഓക്കെ, അപ്പോൾ വേർബ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു സെൻറ്റൻസിലെ വേർബ് നോക്കിയാൽ അത് പ്രസൻ്റ് ആണോ അത് പാസ്റ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് തന്നെ നമുക്ക് പാസീവ് വോയിസിലെ ടു ബി വേർബിനും നമുക്ക് മാറ്റങ്ങൾ കൊടുക്കാം. അതിന് പാസ്റ്റ് കണ്ടിന്യൂസ് നോക്കിയേ. ദ ഷെഫ് വാസ് കുക്കിംഗ് ദ മീൽ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടിന്യൂസ് വരുമ്പം ബീയിങ് എന്തായാലും വേണം. ഓക്കെ, അപ്പോൾ ദ മീൽ വാസ് ബീയിങ് കുക്ക്ഡ് ബൈ ദ ഷെഫ്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പം ബീൻ വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദ ഷെഫ് ഹാഡ് കുക്ക്ഡ് ദ മീൽ. അതെങ്ങനെ വന്നു? ദ മീൽ ഹാഡ് ബീൻ കുക്ക്ഡ് ബൈ ദ ഷെഫ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫ്യൂച്ചറിലുള്ളതും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ടെക്സ്റ്റിലുള്ള വർക്ക് ചെയ്യാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ അതിൽ ആ ഒരു സെൻറ്റൻസിനെ തന്നെ നമ്മൾ ആക്റ്റീവിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ദ ഷെഫ് വിൽ കുക്ക് ദ മീൽ അല്ലേ? അത് നമ്മൾ പാസീവിലേക്ക് പോകുമ്പം എങ്ങനെ വരും? ദ മീൽ വിൽ ബി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫ്യൂച്ചറിലാവുമ്പോൾ നമുക്ക് എന്ത് വരണം? പാസീവ് വോയിസിനെ നമ്മൾ ഫ്യൂച്ചർ ടെൻസിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ അതിൻ്റെ കൂടെ ബി നമ്മൾ ചേർക്കണം. ഓക്കെ, ദ മീൽ വിൽ ബി കുക്ക്ഡ് ബൈ ദ ഷെഫ്. അതും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ മാത്രമാണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ എന്ത് ചെയ്യുക? ബി ചേർക്കുക. ബാക്കി നമുക്ക് കണ്ടിന്യൂസ് ആവുമ്പോഴും പെർഫെക്റ്റ് ആവുമ്പോൾ നമ്മൾ പറഞ്ഞ ബീയിങ്ങിനും ബീനിനും മാറ്റമില്ല. അതേസമയം നമ്മൾ പാസ്റ്റിലും പ്രസൻറ്റിലും ടെൻസിൽ ബീൻ്റെ ആവശ്യമില്ല. സിമ്പിൾ ഫ്യൂച്ചറിലാവുമ്പോൾ മാത്രം നമ്മൾ ആ ഓക്സിലറിയുടെ കൂടെ എന്ത് ചേർക്കണം? ബി ചേർക്കണം. അത് മാറിപ്പോകരുത്. ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെ കാര്യം പറയുമ്പോൾ ഈ രീതിയിലുള്ളൊരു പാസീവ് വോയിസ് നമ്മൾ വളരെ റെയറായിട്ട് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ടെൻസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് ജസ്റ്റ് മനസ്സിലാക്കാൻ വളരെ റെയറായിട്ട് മാത്രമാണ് ഇത്തരം സെൻറ്റൻസുകൾ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഇങ്ങനെ പാസീവ് വോയിസിൽ. അപ്പോൾ ദ ഷെഫ് വിൽ ബി കുക്കിംഗ് ദ മീൽ. അപ്പോൾ അതിനെ പാസീവ് വോയിസ് ആക്കുമ്പോൾ ദ മീൽ വിൽ ബി ബീയിങ് കുക്ക്ഡ് ബൈ ദ ഷെഫ്. ഓക്കെ, ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റിൽ ഓക്കെ, ഫ്യൂച്ചർ പെർഫെക്റ്റിൽ വരുമ്പോൾ ദ ഷെഫ് വിൽ ഹാവ് കുക്ക് ദ മീൽ അല്ലേ? ഫ്യൂച്ചർ പെർഫെക്റ്റിൽ ദ ഷെഫ് വിൽ ഹാവ് കുക്ക് ദ മീൽ. അപ്പോൾ അതിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ ദ മീൽ വിൽ ഹാവ് ബീൻ. ഓക്കെ, അത് മനസ്സിലാക്കുക. ദ മീൽ വിൽ ഹാവ് ബീൻ കുക്ക്ഡ് ബൈ ദ ഷെഫ്. ഓക്കെ, ഈ രീതിയിലാണ് ടെൻസിലേക്ക് വരുമ്പോൾ ഉള്ള മാറ്റങ്ങൾ വരുന്നത്. അതിന് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലെ വർക്ക് കൂടെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഇക്കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, ആ ടെക്സ്റ്റ് വർക്ക് ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്? അത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗത്തിൽ പോയി ഓടി ടെക്സ്റ്റിൽ എഴുതി വെച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ആ സെൻറ്റൻസുകൾ വരുന്ന രീതി മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ചെയ്ത കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് നോക്കുക. അങ്ങനെ പഠിക്കുന്ന ഒരു രീതിക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഇത്തരം യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആശ്രയിക്കുക. അല്ല എങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവില്ല. ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത്തരം യൂട്യൂബ് ചാനലുകൾ നിങ്ങൾക്ക് ചെയ്തിരുന്നത് നിങ്ങൾ ജസ്റ്റ് ട്യൂഷന് പോകുന്ന ആ ഒരു എഫക്റ്റ് മാത്രമാണ്. ഒരിക്കലും നിങ്ങൾ ഹോംവർക്ക് ചെയ്യുന്നതിന് വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ ഇത്തരം ചാനലുകൾ നിങ്ങൾ ആശ്രയിക്കാൻ വേണ്ടി പാടുള്ളതല്ല. ഓക്കെ, കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ചിലപ്പോൾ നമുക്ക് ഈ ട്യൂഷന് പോകുന്ന അതേ എഫക്റ്റ് ഒരു തവണ നമ്മൾ ക്ലാസ്സിൽ നിന്ന് കേട്ടു, ഒരിക്കൽ കൂടി നമ്മൾ കേൾക്കുമ്പം നമുക്ക് ചില കാര്യങ്ങൾ തറവാവും. അത്തരം ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഇത്തരം ചാനലുകൾ യൂസ് ചെയ്യുക. അല്ലാതെ ഹോംവർക്ക് ചെയ്യാനായിട്ട് മാത്രം എന്നുള്ള രീതിയിൽ ഒരിക്കലും നിങ്ങൾ ഇത്തരം ചാനലുകൾ നിങ്ങൾ ഉപയോഗിക്കരുത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഐ ചാലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി അല്ലേ? ആ സെൻറ്റൻസിനെ നമ്മൾ പാസീവ് വോയിസിലാക്കുമ്പോൾ എന്ത് വേണം? ഒബ്ജക്റ്റ് ഇതിലേതാണ്? ഒബ്ജക്റ്റ് മൈ ഫാദർ ആണ് അല്ലേ? അപ്പം എന്ത് ചെയ്യുക? മൈ ഫാദർ വാസ് ഓപ്പൺലി ചാലഞ്ച്ഡ് ബൈ മീ. അപ്പോൾ ഇവിടെ ഇനി എന്ത് വേണം? വേർബ് ഫ്രേസിൻ്റെ ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസിലെ വേർബ് ഫ്രേസ് എന്ന് പറയുന്നത് ചാലഞ്ച്ഡ് ആണ്. അതേസമയം പാസീവ് വോയിസിലെ വേർബ് ഫ്രേസ് എന്ന് പറയുന്നത് വാസ് ചാലഞ്ച്ഡ് ആണ്. സെക്കൻഡ് സെൻറ്റൻസ് നോക്കിയേ. ഹി ഈസ് ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ് അല്ലേ? അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓരോ സെൻറ്റൻസിൻ്റെയും ഏത് ടെൻസിലാണെന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ കേട്ടോ. ഹി ഈസ് ത്രോയിങ് മീ ഇൻ ദിസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? ത്രോയിങ് മീ
ഇൻ ടു ദിസ് ബിൽഡിംഗ്. മീ ആണല്ലേ. അപ്പം മീയെ നമ്മൾ സബ്ജക്റ്റ് ആക്കുമ്പം എങ്ങനെ വന്നു? ഐ വന്നു. അപ്പോൾ അതിൻ്റെ ടു ബി ഫോം ഏതാണ്? ആം. ഐ ആം ബീയിങ് ത്രോൺ ഇൻ ടു ദിസ് ബിൽഡിംഗ് ബൈ ഹിം. അപ്പം വേർബ് ഫ്രേസ് ഇൻ ആക്റ്റീവ് വോയിസിൽ ഈസ് ത്രോയിങ്. പിന്നെ നമ്മുടെ പാസീവ് വോയിസിലാവുമ്പോൾ ആം ബീയിങ് ത്രോൺ അല്ലേ. അതാണ് വേർബ് ഫ്രേസ് വരിക. അതിന് മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കിയേ. ഫാദർ വാസ് സ്റ്റിയറിങ് മീ അവേ ഫ്രം മൈ ഹോം. അപ്പോൾ അവിടെയും മീ ആണ്. അപ്പം മീയെ നമ്മൾ ആ ഒബ്ജക്റ്റിനെ നമ്മൾ സബ്ജക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഐ വന്നു. പക്ഷേ ഇവിടെ എന്താണ്? നേരത്തെ സെൻറ്റൻസ് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇവിടെ പാസ്റ്റ് ആണ് അല്ലേ. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് എന്താണ്? വാസ് ബീയിങ്. ഓക്കെ, ഐ വാസ് ബീയിങ് ടോൺ എവേ ഫ്രം മൈ ഹോം ബൈ ബൈ മൈ ഫാദർ വേണം കേട്ടോ. ഞാൻ ബൈ മൈ വരെ അവിടെ ഉള്ളൂ. ബൈ മൈ ഫാദർ. ഓക്കെ, അതും കൂടെ നിങ്ങളൊന്ന് ആഡ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഫ്രേസിൽ ആക്റ്റീവ് വോയിസിൽ എന്താണ് നമ്മുടെ ഫ്രേസ് വരുന്നത്? വാസ് ടയറിങ്. പാസീവ് വോയിസിൽ വാസ് ബീയിങ് ടോൺ. അങ്ങനെ അടുത്ത സെൻറ്റൻസ്. ദ മെൻ വെയർ സോർട്ടിങ് അസ്. അപ്പോൾ അവിടെ നമ്മൾ അസ്സാണ് നമുക്ക് എന്ത് വരുന്നത്? ഒബ്ജക്റ്റ് വരുന്നത്. അതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് സബ്ജക്റ്റ് പൊസിഷനിൽ വരുമ്പോൾ വി വെയർ സോർട്ടഡ് ബൈ ദ മെൻ അല്ലേ. അപ്പോൾ ഇവിടെ ഫ്രേസ് ഇൻ ആക്റ്റീവ് വോയിസിൽ വെയർ സോർട്ടിങ്, പാസീവ് വോയിസിൽ വാസ് ബീയിങ് സോർട്ടഡ്. നെക്സ്റ്റ് സെൻറ്റൻസ്. ഹി വാസ് പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ്. ഒരു ഗെയിമിന് അവിടെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഏതിലേക്ക് കൊടുക്കാനുള്ളത്? പാസീവ് വോയിസിൽ കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? ഓൾ സോർട്സ് ഓഫ് ഗെയിംസ് അല്ലേ. ഓൾ സോർട്സ് ഓഫ് ഗെയിംസ് ഹാവ് ബീൻ. അവിടെ ഗെയിം അല്ല, ഗെയിംസ് തന്നെ വരണം. അവിടുത്തെ എസ്സും വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഓൾ സോർട്സ് ഓഫ് ഗെയിംസ് ഹാവ് ബീൻ. ഗെയിം എന്ന് വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഹാസ് ബീൻ ആക്കേണ്ട വരും. ഇവിടെ ഗെയിംസ് വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, ഹാവ് ബീൻ ചേർക്കണം. അപ്പോൾ ഓൾ സോർട്സ് ഓഫ് ഗെയിംസ് ഹാവ് ബീൻ പ്ലേഡ് ബൈ ഹിം അല്ലേ. അപ്പോൾ അവിടെ ആക്റ്റീവ് വോയിസിലെ വേർബ് ഫ്രേസ് ഏതാണ് വരിക? ആക്റ്റീവിലെ വേർബ് ഫ്രേസ് വരുന്നത് ഹാസ് പ്ലേഡ്, പാസീവിലത് ഹാവ് ബീൻ പ്ലേഡ്. ഇനി വി ഹാവ് ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ്. അപ്പോൾ അവർ ഫസ്റ്റ് സോങ് ഹാസ് ബീൻ ചാൻറ്റഡ് ബൈ അസ് അല്ലേ. ഓക്കെ, അപ്പോൾ ഹാവ് അവിടെ നമ്മുടെ ആക്റ്റീവിലെ വേർബ് ഫ്രേസ് വരുന്നത് ഹാവ് ചാൻറ്റഡ്, പാസീവിൽ വരുന്നത് ഹാവ് ബീൻ ചാൻറ്റഡ്. ഇനി ദേ ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ് ലാംഗ്വേജ് ടു അസ്. അപ്പോൾ അതിന് എന്ത് ചേഞ്ചാണ് വരിക? ഓക്കെ, അസ് എന്തായി വരണം? ഓക്കെ, വി ആയിട്ട് വരണം അല്ലേ. അപ്പോൾ അവിടെ എന്ത് എഴുതുക? വി ഹാഡ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു ലാംഗ്വേജ് അല്ലേ. വി ഹാഡ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു ലാംഗ്വേജ്. ബൈ ദം വരണം. വി ഹാഡ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു ലാംഗ്വേജ് ബൈ ദം. അപ്പോൾ ഇവിടെ എന്താ വരിക? ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ്. നമ്മുടെ ഇതിലേക്ക് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ഹാഡ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. ഇനി ഐ ഷാൽ നോട്ട് എനോ യു. അപ്പോൾ എന്താ വരിക? യു ഷാൽ അല്ലെങ്കിൽ യു വിൽ നോട്ട് ബി എനോയ്ഡ് ബൈ മീ. മനസ്സിലാക്കണേ. യു ഷാൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? യു ഷാലിന് പകരം നമുക്ക് വില്ലും ചേർക്കാം അല്ലേ. യു വിൽ നോട്ട് ബി. നമ്മൾ പറഞ്ഞു ഷാലും വില്ല് വരുന്ന സമയത്ത് ബി നമ്മൾ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ യു വിൽ നോട്ട് ബി എനോയ്ഡ് ബൈ മീ. ഓക്കെ, അപ്പോൾ ഷാൽ നോട്ട് എനോയാണ് ആക്റ്റീവിലെ വേർബ് ഫ്രേസ് വരുന്നത്. പാസീവിൽ വരുന്നത് ഷാൽ ഓർ വിൽ നോട്ട് ബി എനോയ്ഡ്. ഈ രീതിയിലാണ് നമ്മൾ ആ വർക്ക് ചെയ്യേണ്ടത്. ഇനി അടുത്ത ആക്ടിവിറ്റി ഏതാണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ന്യൂസ് റിപ്പോർട്ടാണ് അല്ലേ. അപ്പോൾ യുവർ സ്കൂൾ ഹാസ് വൺ ദ ഫസ്റ്റ് പ്രൈസ് ഫോർ വൺ ആക്ട് പ്ലേ ഇൻ ദ ഡിസ്ട്രിക്ട് ഇംഗ്ലീഷ് ഒളിമ്പ്യാഡ് അല്ലേ. ഡിസ്ട്രിക്ട് ഇംഗ്ലീഷ് ഒളിമ്പ്യാഡിൽ നടത്തിയ വൺ ആക്ട് പ്ലേയിൽ നിങ്ങളുടെ സ്കൂൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എ ജേർണലിസ്റ്റ് നോട്ടഡ് ദ ഫോളോയിങ് പോയിൻറ്റ്സ് ഫോർ എ ന്യൂസ് റിപ്പോർട്ട്. അപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ജേർണലിസ്റ്റ് അതിനെ ഒരു ന്യൂസ് റിപ്പോർട്ടാക്കിയിട്ട് ഏതിൽ വന്നിട്ടുണ്ട്? പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ന്യൂസ് റിപ്പോർട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ ആ ന്യൂസ് റിപ്പോർട്ടിന് വേണ്ട ഹിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ വൺ ആക്ട് പ്ലേ എന്ന് പറയുന്നത് ഹാഫ് എ ഡേ ആണ്. സ്കൂളിൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്.
കണ്ണാന്തളി HSS ആണ്, 9ാം ക്ലാസ്സിലെ കുട്ടികളാണ്. ഒളിമ്പ്യാഡ് നെയിം, ഡേറ്റ് ആൻഡ് ലൊക്കേഷൻ, പ്ലോട്ട് ഓഫ് ദ പ്ലേ, ഹാർഡ് വർക്ക് ആൻഡ് ടാലൻറ്റ് ഓഫ് പെർഫോമൻസ്, ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ഓഫ് ടീച്ചേഴ്സ്, ഓഡിയൻസ് ആൻഡ് ജഡ്ജസ്, എപ്രീസിയേഷൻ ഓഫ് ദ എഫേർട്സ് ഓഫ് ദി സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റി. അല്ലേ, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹെൽപ്പ് ദ ജേർണലിസ്റ്റ് ഡെവലപ്പ് ദ ഹിൻസ് ഇൻ ടു എ ന്യൂസ് റിപ്പോർട്ട്. ഒരു ന്യൂസ് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കണം. നമുക്ക് ആ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കി നോക്കാം. ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ അതിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം. ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഒരു ഹെഡിങ് കൊടുക്കണം. അല്ലേ, ഇവിടെ നമ്മൾ എന്ത് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്? ഹാഫ് എ ഡേ ടേക്സ് ടോപ്പ് പ്രൈസ്, അല്ലേ, അല്ലെങ്കിൽ വൺ ദ ഫസ്റ്റ് പ്രൈസ്. അതെങ്ങനെയെങ്കിലും നിങ്ങളുടെ ആ ഒരു ഭാവനക്കനുസരിച്ചിട്ട് ഹെഡിങ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സ്റ്റാഫ് റിപ്പോർട്ട്, പിന്നെ ഒരു ഡേറ്റും ഡേയും ഇയറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എവിടെയാണ് പ്ലേസ് എന്ന് വെച്ചാൽ ആ പ്ലേസും കൂടെ കൊടുക്കുക. ഞാനിവിടെ കണ്ണൂർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കും അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ജില്ലയുടെ, നിങ്ങളുടേതായ ജില്ലയുടെ പേര് കൊടുക്കാം. ഓക്കെ. The one-night play based on the story Half a Day won the first prize in the District English Olympiad held at Kannur Jawaharlal Nehru Stadium on July 24, 2024, performed by the 9th class students of Kannantali HSS. The play's unique storyline impressed both the judges and the audience. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലേ. അപ്പോൾ അതിൻ്റെ തലേന്നത്തെ ദിവസത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ, ആ ഒരു കാര്യങ്ങളായിരിക്കും, ഇവൻ്റ് ആയിരിക്കും നമ്മൾ എഴുതുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഡേറ്റിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ജൂലൈ 24 നടന്ന കണ്ണൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ആ ഒരു വൺ ആക്ട് പ്ലേനെ കുറിച്ചിട്ട് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് കൂടുതൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൽ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. ഞാൻ അതിൽ സെക്കൻഡ് പാരഗ്രാഫ് നമ്മൾ എന്ത് എഴുതും? ഹാഫ് എ ഡേ ടെൽസ് ദ ടച്ചിങ് സ്റ്റോറി ഓഫ് ദ പ്രോട്ടോകോണിസ്റ്റ് who goes to school for the first time as a young child and returns home as an old man needing help to cross the street. The play beautifully highlights the quick passes of time and the transience of life. അല്ലേ, നമ്മൾ കുറേ തവണ പറഞ്ഞ സ്റ്റോറിയാണ്. അപ്പോൾ ഹാഫ് എ ഡേ എന്ന് പറയുന്ന ഒരു ടച്ചിങ് സ്റ്റോറിയാണ്. അതിലെ നറേറ്റർ തന്നെ എന്ത് ചെയ്യണം? സ്കൂളിൽ പോവുകയും തിരിച്ച് ആ ഒരു യങ് മാനായിട്ട്, ഒരു യങ് ചൈൽഡായിട്ട് സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോഴേക്ക് ഓൾഡ് മാൻ ആകുന്നതും റോഡ് ക്രോസ് ചെയ്യാൻ പോലും മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യമായി വരുന്ന ഒരു കഥയാണ്. ആ പ്ലേ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എന്ത് കാണിച്ചിട്ടുണ്ട്? നമ്മൾ ടൈം പാസസ് വളരെ കൃത്യമായിട്ടും ആ ഒരു ലൈഫിൻ്റെ ആ ഒരു ക്ഷണികതയും അത് അത്രയും നല്ല ഭംഗിയായിട്ട് തന്നെ ആ കഥയിൽ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ നമ്മൾ എഴുതുക? ഓൾറെഡി നമുക്ക് കുറച്ച് ഹിൻ്റൊക്കെ തന്നിട്ടുണ്ട്, അല്ലേ. അപ്പോൾ ആ വേർഡ്സൊക്കെ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ എഴുതാം. നെക്സ്റ്റ് പാരഗ്രാഫിൽ അതൊക്കെ നമുക്കൊന്ന് ഉൾപ്പെടുത്താം. ദ സ്റ്റുഡൻസ് വർക്ക്ഡ് വെരി ഹാർഡ് ആൻഡ് പെർഫോംഡ് വെരി വെൽ ടു ബാക്ക് ദിസ് അച്ചീവ്മെൻറ്റ്, അല്ലേ. ഈ ഒരു നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടി ആ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, വളരെ നന്നായിട്ട് പെർഫോമും ചെയ്തിട്ടുണ്ട്. The students expressed their gratitude for the support and guidance from the teachers. കുട്ടികൾ എന്ത് ചെയ്തു? ടീച്ചേഴ്സിൽ നിന്നുണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ടിനും ആ ഒരു ഗൈഡൻസിനൊക്കെ കുട്ടികൾ നന്ദി രേഖപ്പെടുത്തി, അല്ലേ. ദ ഓഡിയൻസ് ആൻഡ് ജഡ്ജസ് പ്രൈസ്ഡ് ദ സ്റ്റുഡൻസ് ഫോർ ദർ എക്സലൻറ്റ് പെർഫോമൻസ് ആൻഡ് അപ്രീഷിയേറ്റഡ് ദ എഫേർട്സ് ഓഫ് ബോത്ത് ദ സ്റ്റുഡൻസ് ആൻഡ് ദ ടീച്ചേഴ്സ്. ഓഡിയൻസും ജഡ്ജസൊക്കെ കുട്ടികളുടെ ആ ഒരു എക്സലൻറ്റ് പെർഫോമൻസിനെ പുകഴ്ത്തുകയും കൂടാതെ ആ കുട്ടികളോടൊപ്പം കുട്ടികളെയും ആ ടീച്ചേഴ്സിനെയും, കുട്ടികൾക്ക് ആ ഒരു സപ്പോർട്ടായി നിന്ന ടീച്ചേഴ്സിനെയും എപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. ദിസ് അച്ചീവ്മെൻറ്റ് ഹൈലൈറ്റ്സ് ദ ഡെഡിക്കേഷൻ ആൻഡ് ടീം വർക്ക് അറ്റ് കണ്ണാന്തളി HSS. അപ്പോൾ ഈ ഒരു നേട്ടം എന്ന് പറയുന്നത് കണ്ണാന്തളി HSSൻ്റെ ആ ഒരു ടീം വർക്കും, അല്ലെ, ആ ഒരു ഡെഡിക്കേഷനും ആ ഒരു ടീം വർക്കുമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് വർക്കിലോട്ട് പോവാം. ആക്ടിവിറ്റി 3. ഹിയർ ഈസ് എ റീടോൾഡ് വേർഷൻ ഓഫ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഹാഫ് എ ഡേ. ഗോ ത്രൂ ഇറ്റ്, അല്ലേ. ഇവിടെ നമ്മുടെ ഹാഫ് എ ഡേ എന്ന സ്റ്റോറിയുടെ ഒരു റീടോൾഡ് സ്റ്റോറി, അല്ല, റീടോൾഡ് വേർഷൻ ഉണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. The boy was walking to school with his father. His mother was standing at the door watching them. They walked through a street lined with gardens,
Beyond the gardens there was a vast field. The boy thought his father was punishing him by taking him to school. On the way to school, he was arguing with his father, and his father was trying to convince him that school would be good for him. When they came to the school gate, a few children were playing in the garden. Okay, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. When do the actions mentioned in the narration take place? അല്ലേ, ആ പറയുന്ന സമയത്ത്, ആ നറേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ആക്ഷൻ എന്താണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്? ആ പ്രവൃത്തി അല്ലേ. അപ്പോൾ ആ പ്രവൃത്തിയെ ഇവിടെ എങ്ങനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? കഴിഞ്ഞ കാലം അല്ലേ, കഴിഞ്ഞ ഒരു പ്രവൃത്തിയാണ് ഈ നറേഷനിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്തവിടെ എഴുതാം? ദ ആക്ഷൻസ് ടേക്ക് പ്ലേസ് അറ്റ് സം ടൈം ഇൻ ദ പാസ്റ്റ് അല്ലേ, ഭൂതകാലത്തിൽ നടന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദീസ് ആക്ഷൻസ് വെയർ ഓൾറെഡി കംപ്ലീറ്റ് വെൻ ദേ വെയർ നറേറ്റഡ് അല്ലേ. നറേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ആക്ഷൻസ് ആയിരുന്നു ഇതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അപ്പം നമ്മളെങ്ങനെയാണ് അതിന് പറയാം? ഓൾ ദ ആക്ഷൻസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വേർബ് വാക്ക്ഡ്, തോട്ട്, കെയിം വെയർ ഓൾറെഡി കംപ്ലീറ്റ് അല്ലേ. ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഈ വേർബൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ വേർബുകൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ ആക്ഷൻസൊക്കെ കഴിഞ്ഞതാണെന്ന് നമ്മൾ പറയുന്നത്. കാരണം പാസ്റ്റ് ടെൻസൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് അല്ലേ. കൂടുതൽ അതിന് നമുക്ക് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. വേർബ് നോക്കിയാൽ തന്നെ നമുക്കറിയാം ആക്ഷൻസ് കഴിഞ്ഞതാണോ അല്ലാത്തതാണോ എന്നൊക്കെ. അതിന് തേർഡ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദീസ് ആക്ഷൻസ് വെയർ ഇൻ പ്രോഗ്രസ് അറ്റ് ദ ടൈം ഓഫ് നറേഷൻ? ആ നറേഷൻ ടൈമിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അതായത് പാസ്റ്റ് ടെൻസിൽ നടന്നൊരു കാര്യം പറയാൻ നമ്മൾ ഏത് യൂസ് ചെയ്യാറുണ്ട്? പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലേ, പാസ്റ്റിലും നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം. അപ്പോൾ അത് ഏതൊക്കെ വേർബിലൂടെ നമുക്ക് മനസ്സിലാവുക? അതിന് നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്കവിടെ ആൻസർ എഴുതാം. ഓൾ ദി ആക്ഷൻസ് ഡിനോട്ട് ബൈ ദ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വേർബ്സ് was taking, was standing, was punishing, was arguing, was straying, were playing അല്ലേ. അപ്പം വേർ പ്രോഗ്രസ് അറ്റ് ദ ടൈം ഓഫ് നറേഷൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ വേർബ്സ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ടെൻസിൻ്റെ ഫോം ഏതാണെന്ന് നമ്മൾ പറയാം അല്ലേ. ഇത് ഓൾറെഡി പാസ്റ്റ് ടെൻസ് ഒക്കെ നേരത്തെ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. താഴെയുള്ള വർക്കും കൂടെ നോക്കുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും അല്ലേ, കാര്യങ്ങൾ ഒന്നുകൂടെ ക്ലിയർ ആവും. നമുക്കപ്പോൾ ഈ ഒരു മുകളിലുള്ള പാരഗ്രാഫുമായി ബന്ധപ്പെട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ഷൻ ഏതൊക്കെയാണ്, ആക്ഷൻ ഇൻ പ്രോഗ്രസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു ബോക്സിൽ നമ്മൾ എഴുതേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ കംപ്ലീറ്റഡ് ആക്ഷൻ്റെ വേർബ് ഫ്രേസ് ഏതാണെന്നും ആക്ഷൻ ഇൻ പ്രോഗ്രസിൻ്റെ വേർബ് ഫ്രേസ് ഏതാണെന്നും കൂടി നമ്മളൊന്ന് എഴുതണം അല്ലേ. അത് നമുക്കൊന്ന് എഴുതി നോക്കാം. കംപ്ലീറ്റഡ് ആക്ഷൻ അല്ലേ, കംപ്ലീറ്റഡ് ആക്ഷനായിട്ട് വരുന്ന സെൻറ്റൻസുകൾ ഇതിൽ ഏതൊക്കെയാണ്? നമുക്കറിയാം ING വരുമ്പോഴാണ് എപ്പോഴും എന്ത് വരിക? കണ്ടിന്യൂസ് വരിക അല്ലേ. INGൻ്റെ കൂടെ നമുക്ക് വേർബിൻ്റെ പാസ്റ്റ് ഫോമും കൂടെ കാണുമ്പോൾ ആക്ഷൻസ് എന്താണ്? കംപ്ലീറ്റഡ് അല്ലേ. ആക്ഷൻസ് കണ്ടിന്യൂസ് ആണ്, കംപ്ലീറ്റ് ആണ്, കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം വേർബിനെ മാത്രം നോക്കിയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയ ആക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാസ്റ്റിൽ സംഭവിച്ച ആക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഏത് സെൻറ്റൻസ് ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റിൽ തന്നെയുണ്ട്. ദേ വോക്ക്സ് ത്രൂ എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. അതിലെ വേർബ് ഫ്രേസ് വരുന്നത് വോക്ക്ഡ്. അപ്പോൾ അടുത്തത് ഏതാണ്? ദ ബോയ് തോട്ട്. അതിൽ കൂടെ ബോയ് തോട്ട്, ദ ബോയ് ചിന്തിച്ചു. അതിൻ്റെ കൂടെ തന്നെ എന്തും കൂടെ വരുന്നുണ്ട്? ദാറ്റ് ഈസ് ഫാദർ വാസ് പണിഷിങ് ഹിം എന്നും കൂടെ വരുന്നുണ്ട്. നമുക്ക് പക്ഷേ അതിൽ ഇത് മാത്രം എടുക്കുക, ദ ബോയ് തോട്ട്. ഓക്കെ, ആ ഒരു വേർബ് മാത്രം നോക്കിയിട്ട് അത് നമുക്ക് കംപ്ലീറ്റഡ് ആക്ഷൻസിൽ എഴുതാം. ഇനി അടുത്തതോ, വെൻ ദേ കെയിം ടു ദ സ്കൂൾ ഗേറ്റ്. അതിൻ്റെ കൂടെയും ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഫസ്റ്റ് പാർട്ട് മാത്രം നമുക്ക് നോക്കാം. വെൻ ദേ കെയിം ടു ദ സ്കൂൾ ഗേറ്റ് അല്ലേ, സ്കൂൾ ഗേറ്റിൽ എത്തിയപ്പോൾ. കാരണം ആ സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല, ബാക്കിയുള്ള ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും കൂടെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഫസ്റ്റ് ബോക്സിൽ നമുക്ക് ആ വേർബിൻ്റെ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് കാണിക്കാൻ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് എഴുതാം. വെൻ ദേ കെയിം ടു ദ സ്കൂൾ ഗേറ്റ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം? നമുക്ക് വേർബ് ഫ്രേസ് കെയിം എഴുതാം. ഇനി നമുക്ക് ആക്ഷൻ ഇൻ പ്രോഗ്രസിൻ്റെ ബോക്സ് നോക്കാം. അതിൽ ഓൾറെഡി ഫസ്റ്റ് ആണ് തന്നിട്ടുണ്ട്. ദ ബോയ് വാസ് വാക്കിംഗ് ടു സ്കൂൾ വിത്ത് ഈസ് ഫാദർ. അപ്പോൾ അവിടെ വാസ് വാക്കിംഗ്, അവിടെ നിങ്ങൾ മനസ്സിലാക്കുക പാസ്റ്റ് കണ്ടിന്യൂസിൽ വരുന്ന
ആ ഒരു ING വേബിൻ്റെ ING ഫോമിനോടൊപ്പം വരുന്ന ആ ടു ബി ഫോമും കൂടി ഏതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഹെൽപ്പിംഗ് വേബ്. ദെൻ ഹിസ് മദർ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ. അപ്പോൾ അവിടെ വാസ് സ്റ്റാൻഡിങ്. ഹിസ് ഫാദർ വാസ് പണിഷിങ് ഹിം. വാസ് പണിഷിങ്. He was arguing with his father. Was arguing. His father was trying to convince him. Was convincing. A few children were playing with him. Were playing. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ കൂടെ നമ്മൾ വോസോ വേറോ ആണ് ചേർക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വോസും സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേറോ ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് ആ ബോക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ടെക്സ്റ്റ് തന്നെ തന്നിരിക്കുന്നുണ്ട്, എന്താണ് പാസ്റ്റ് ടെൻസ്, എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നൊക്കെ. അതും കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഓക്കെ, ആ ഒരു വർക്കിനോട് ബന്ധപ്പെട്ടിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ ഡിഡ് യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ 2 ടൈപ്സ് ഓഫ് സെൻറ്റൻസ്? ഈ 2 സെൻറ്റൻസിൽ നിങ്ങൾ എങ്ങനെയാണ് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത്, അല്ലേ? ഇത് വേർതിരിക്കുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളെങ്ങനെ നമുക്കെന്താ പറയാൻ പറ്റുക? നമുക്ക് മനസ്സിലായി ആ 2 സെൻറ്റൻസിൽ ഒന്ന് എന്താണ് കാണിക്കുന്നത്? പാസ്റ്റിൽ കഴിഞ്ഞൊരു കാര്യമാണ് കാണിക്കുന്നത്. മറ്റേ സെൻറ്റൻസിൽ നമ്മൾ ING വരുന്ന സെൻറ്റൻസിൽ എന്താണ് കാണിക്കുന്നത്? പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്തൊരു ആക്ഷനാണ് കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ വാട്ട് ഡിഫറൻസ് ഡു യു ഫൈൻഡ് ഇൻ ദ ഫോം ഓഫ് ദി വേർബ് യൂസ്ഡ് ഇൻ ദ സെൻറ്റൻസ്? അപ്പോൾ ആ ഒരു സെൻറ്റൻസിലെ വേർബിന് വന്ന ഡിഫറൻഷ്യേറ്റ്. അപ്പോൾ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയതിന് നമ്മൾ എന്താണ് യൂസ് ചെയ്തത്? ആ വേർബിൻ്റെ പാസ്റ്റ് ഫോം യൂസ് ചെയ്തു. അതേസമയം ആക്ഷൻ കംപ്ലീറ്റ് ആകുന്നതിന് അതിൻ്റെ കൂടെ ഏതും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? ഹെൽപ്പിംഗ് വേർബും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വോസും സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ വേറും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? ബോത്ത് സെൻറ്റൻസസ് ആർ ഇൻ ദ പാസ്റ്റ്. ഇനി അതിനെക്കുറിച്ചുള്ള ആ ഒരു ഡെഫിനേഷൻ നമുക്ക് തരുന്നുണ്ട്. 2 സെൻറ്റൻസും പാസ്റ്റ് തന്നെയാണ്, അല്ലേ? അപ്പോൾ എന്താണ് സിമ്പിൾ പാസ്റ്റ്, എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. വി യൂസ് പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ടു സ്റ്റേറ്റ് ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. സച്ച് സെൻറ്റൻസ് ആർ സെറ്റ് ടു ബി ഇൻ ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, നമുക്ക് ആ മുകളിലത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. അതിവിടെ കൃത്യമായിട്ട് ബോക്സിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചിട്ട് ഞാൻ അതിലൊന്നും തരാതിരുന്നത് ആൻസർ. വി യൂസ് was or were plus ING form of the verb to denote actions in progress in the past. അല്ലേ? such sentences are said to be in the past continuous tense. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. അതപ്പോൾ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? Now retell the story half a day in your words. You may use simple past tense or past continuous tense or combination of these in your narrative. നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യുക? ഈ കഥ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലല്ല. റീടെൽ ദ സ്റ്റോറി ഹാഫ് എ ഡേ ഇൻ യുവർ വേർഡ്സ്. നമ്മുടെ വേർഡ്സിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ആ കഥ എഴുതുക, അല്ലേ? അപ്പോൾ അതൊരു നറേറ്റീവായി സംഭവം നമ്മളിത് പറയുമ്പോൾ. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്? നമുക്ക് ഈ പാസ്റ്റ് ടെൻസോ അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്ന കോമ്പിനേഷൻ. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ സെൻറ്റൻസിൽ മിക്കതും ഇതിൻ്റെ കോമ്പിനേഷൻസ് ആണുള്ളത്, അല്ലേ? ആ രീതിയിൽ നിങ്ങൾക്ക് എഴുതി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഇത് കുറേ തവണ നമ്മൾ പറഞ്ഞ ആ ഒരു കഥയാണ്. പല സ്ഥലത്തും ഇതിൻ്റെ ഈ ഒരു നറേറ്റീവ്, ഫസ്റ്റ് പാർട്ടിൻ്റെ നറേറ്റീവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? അത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഇനി അടുത്ത വർക്ക് എന്താ? ആക്ടിവിറ്റി 4. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് അണ്ടർലൈൻ ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. അപ്പോൾ നൗൺ ഫ്രേസാണ് അടുത്തത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നൗൺ ഫ്രേസും വേർബ് ഫ്രേസും ആണ്. അപ്പോൾ നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ തിങ്, അല്ലേ? അത് എന്തിൻ്റെ പേരായാലും അതിനെ നമ്മൾ നൗൺ എന്നാണ് പറയുക. ഇനി അതേപോലെ വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ഷൻ വേർഡ്സ്, ചെയ്യുന്ന പ്രവൃത്തികൾ. അപ്പം നമ്മൾ നൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ ചില സമയത്ത് എന്ത് മാത്രമാണ് നമ്മൾ ആ ഒരു പേര് മാത്രം. പക്ഷെ ചില സമയത്ത് നമുക്കറിയാം നൗണിനോടനുബന്ധിച്ചിട്ട് ആ ഒരു ഇതിനെ കംപ്ലീറ്റ് കാണിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ മറ്റുള്ള ചില വേർഡ്സും കൂടെ വരാറുണ്ട്. എന്നാൽ മാത്രമാണ് ആ ഒരു നൗണിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ നൗണിനെ കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാവുക. അതാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. വെറും ജസ്റ്റ് ഒരു വേർഡ് നൗണ് മാത്രമല്ല, ഇവിടെ നൗൺ ഫ്രേസാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലെ ഫസ്റ്റ് നോക്കിയേ, ഓൾ റെസിൽ ആൻഡ് ബസിൽ സീസ്ഡ്. അപ്പോൾ ഇതിലെ നൗൺ ഫ്രേസ് ഏതാണ് വരുന്നത്?
സീസ്ഡ് എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ്. അപ്പോൾ അതുവരെ വരുന്ന ആ ഒരു വേർഡ്സ് അല്ലേ, അതാണ് ഓൾ, റെസിൽ ആൻഡ് ബസിൽ. അതിന് സെക്കൻഡ് വൺ നോക്കിയേ, ദ കോച്ചേഴ്സ് ഗ്ലൈഡ് ഇൻ ടു ദ സ്പേസ്. അപ്പോൾ ഇതിൽ നൗൺ എന്ന് പറയുമ്പോൾ കോച്ചസ് ആണ്. നൗൺ ഫ്രേസ് വെറും കോച്ചസ് എന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ, ദ കോച്ചസ്. ഇനി മൈ ഫാദർ ഫെൽറ്റ് എ ഡീപ്പ് സോറോ. അപ്പോൾ ഫെൽറ്റ് എന്ന് പറയുമ്പോഴേക്ക് അവിടെ വേർബ് വന്നു അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ് ഇവിടെ നമ്മുടെ നൗൺ ഫ്രേസ് ഏതാ, മൈ ഫാദർ. വെറും ഫാദർ എന്ന് പറഞ്ഞ ആ സെൻറ്റൻസിൽ ഫാദർ നൗണാണ്, ഓക്കെ. പക്ഷേ നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോഴാണ് നൗൺ ഫ്രേസ് ആവുകയുള്ളൂ. അപ്പോൾ മൈ ഫാദറാണ് ഇവിടുത്തെ നൗൺ ഫ്രേസ്, ഓക്കെ. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട നൗൺ ഫ്രേസും വേർബ് ഫ്രേസും ഏതാണെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു കാര്യം ചെയ്യാം, നൗൺ ഫ്രേസ് ഞാൻ നിങ്ങൾക്ക് റെഡ് ലൈനിൽ അണ്ടർലൈൻ ചെയ്യാം, വേർബ് ഫ്രേസ് ഗ്രീൻ ലൈനിലും അണ്ടർലൈൻ ചെയ്യാം, ഓക്കെ. നോക്കിയേ, ഫസ്റ്റ് വൺ നോക്കിയേ, ദി സൗണ്ട് ഓഫ് ദ വീൽ ബിക്കംസ് എ സൂത്തിങ് പീസ്ഫുൾ മെലഡി. അപ്പോൾ അതിലെ നൗൺ ഫ്രേസ് ഏതാണ്, വെറും നമ്മൾ വീല് എന്ന് എഴുതി കഴിഞ്ഞാൽ ശരിയാവില്ല. ആ വീലിൻ്റെ എന്ത് എന്ന് പറയുന്നുണ്ട്, ദ സൗണ്ടും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ദ സൗണ്ട് ഓഫ് ദി വീൽ വരെ വന്നാലാണ് നൗൺ ഫ്രേസ് ആവുക, ഓക്കെ. ദ സൗണ്ട് ഓഫ് ദി വീൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ നൗൺ ഫ്രേസും വേർബ് ഫ്രേസും മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. എവിടെയാണോ വേർബ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വരെ നൗൺ ഫ്രേസ് ആയിരിക്കും. ഒന്നുകിൽ വേർബ് അല്ലെങ്കിൽ വേർബിന് മുമ്പായിട്ട് ഏതെങ്കിലും നമ്മുടെ എന്താ പറയുക ഓക്സിലറി അല്ലേ, ആ ഒരു വേർബിന് മുമ്പായിട്ട് ചിലപ്പോൾ ഓക്സിലറി അത് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, നൗൺ ഫ്രേസ് ആയിട്ട് എടുക്കുക, ഓക്കെ. ഒരു വിധത്തിൽ നൗൺ ഫ്രേസും വേർബ് ഫ്രേസും മനസ്സിലാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയാണ് പറയുന്നത്. വേർബ് വരുന്നത് വരെ, വേർബ് തുടങ്ങുന്നത് വരെ നിങ്ങൾ നൗൺ ഫ്രേസ് ആയിട്ട് എടുക്കുക. ചിലപ്പോൾ വേർബിന് മുമ്പേ ഏതും കൂടി ഉണ്ടാവും, ഓക്സിലറിയും കൂടി ഉണ്ടാവും. ആ ഓക്സിലറിയും കൂടെ വേർബ് ഫ്രേസിലേക്കാണ് നിങ്ങൾ എടുക്കേണ്ടത്, ഓക്കെ. അപ്പോൾ ഇവിടെ ദ സൗണ്ട് ഓഫ് ദ വീൽ നൗൺ ഫ്രേസ് ആണ്. ബിക്കംസ് എ സൂത്തിങ് പീസ്ഫുൾ മെലഡി എന്ന് പറയുന്നത് വേർബ് ഫ്രേസ് ആണ്. ഇനി ഫാദർ വിൽ സ്ട്രെയിറ്റൻ അപ്പ് ഇൻ ഹിസ് റോക്കിംഗ് ചെയർ. ഇതിൽ നോക്കിയാൽ നിങ്ങൾ ഫാദർ എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് മാത്രമേ നമുക്ക് നൗൺ ഫ്രേസിലുള്ളൂ അല്ലേ. വിൽ സ്ട്രെയിറ്റൻ മുതൽ നമ്മൾ എവിടേക്ക് വേർബ് ഫ്രേസിലേക്കാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. വിൽ സ്ട്രെയിറ്റൻ ആണ് ഇതിൽ എന്ത് വരിക, വേർബ് വരിക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഏത് വന്നിട്ടുണ്ട്, ഓക്സിലറി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വിൽ സ്ട്രെയിറ്റൻ അപ്പ് ഇൻ ഹിസ് റോക്കിംഗ് ചെയർ, അത് മുഴുവനായി കഴിഞ്ഞാലാണ് വേർബ് ഫ്രേസ് വരിക. ആൻഡ് ഐ വാസ് കമ്മിങ് ടു റിസീവ് ദ നൊബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ഐ മാത്രമാണ് എന്തുള്ളൂ, സബ്ജക്റ്റ് ഉള്ളൂ. വാസ് കമ്മിങ്, നമുക്കറിയാം കമ്മിങ് ആണ് അവിടെ വേർബ് വരുന്നത് അല്ലേ. അപ്പോൾ അതിന് മുമ്പ് എന്താ വന്നിട്ടുണ്ട്, ഓക്സിലറി ഉണ്ട്. വാസ് കമ്മിങ് ടു റിസീവ് ദ നൊബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ആൻഡ് നെക്സ്റ്റ്, ദ കോച്ചേഴ്സ് നോ ലോങ്ങർ റൺ ഓൺ റെയിൽസ് ആൻഡ് സ്ലീപ്പേഴ്സ്. അപ്പോൾ ഇതിലേതാണ് നൗൺ ഫ്രേസ് വരിക, ദ കോച്ചസ്. ദ കോച്ചസ് നൗൺ ഫ്രേസ് ആണ്. നോ ലോങ്ങർ റൺ ഓൺ റെയിൽസ് ആൻഡ് സ്ലീപ്പേഴ്സ് വേർബ് ഫ്രേസ്. ആൻഡ് മൈ ഫെലോ പാസഞ്ചേഴ്സ് വെർ ഡോസിങ് ഇൻ ദ റെസ്പെക്റ്റീവ് കോർണേഴ്സ്. അപ്പോൾ ഇതിലേതാണ് നമുക്ക് നൗൺ ഫ്രേസ് വരിക, വെറും പാസഞ്ചേഴ്സ് മതിയോ, പോരാ. അതിനു മുമ്പുള്ള മൈ ഫെലോ പാസഞ്ചേഴ്സ്, എൻ്റെ കൂടെ ഒപ്പമുള്ള യാത്രക്കാരിൽ നിന്ന് തന്നെ വരണം അല്ലേ. എന്നാലാണ് ആ സെൻറ്റൻസിലെ നൗൺ ഫ്രേസ് ഏതാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മൈ ഫെലോ പാസഞ്ചേഴ്സ് വരെ നൗൺ ഫ്രേസ് ആണ്. വേർ ഡോസിങ് ഇൻ ദി റെസ്പെക്റ്റീവ് കോർണേഴ്സ് എന്ന് പറയുമ്പോൾ അത് വേർബ് ഫ്രേസ് ആണ്. നെക്സ്റ്റ്, ഐ വാസ് ലിസണിങ് ടു ദ റാറ്റ്ലിംഗ് ഓഫ് ദ ട്രെയിൻ. അപ്പോൾ ഐ മാത്രമാണ് അവിടെ നമ്മുടെ നൗൺ ഫ്രേസിലുള്ളത്. വാസ് ലിസണിങ് മുതൽ ഏതാണ്, വേർബ് ഫ്രേസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അടുത്ത ലെറ്റ്സ് പ്ലേ വിത്ത് വേർഡ്സ് മുതലുള്ള വർക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അല്ലെങ്കിൽ വീഡിയോ ലെങ്ത്ത് ഒരുപാട് അങ്ങോട്ട് കൂടും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കമൻറ്റിലൂടെ കാര്യങ്ങൾ അറിയിക്കുക. ഇനിയും ഈ ഗ്രാമർ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ ഇപ്പോൾ നമ്മുടെ പാസീവായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ നൗൺ ഫ്രേസ്, വേർബ് ഫ്രേസ് ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പറഞ്ഞ് മനസ്സിലായിട്ടില്ല, ഒന്നും കൂടെ അതിൻ്റെയൊക്കെ ക്ലാരിറ്റി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്.